സഹിക്കാൻ പറ്റുന്നില്ല. വിശക്കുകയും ചെയ്യുന്നു ഭയങ്കരമായിട്ട്. ഇവരാരും മരുന്നുമില്ല. അധികം ഞാൻ എന്തോ ചെയ്യുന്നു അലച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല. പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ ഇല്ല. അപ്പൊ നമുക്ക് ഈ പ്രസാദം കഴിച്ചുകൊണ്ട് ഈ നമ്മുടെ മുത്തപ്പന്റെ ഏകദേശ ഐതിഹ്യം എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെയുള്ള ആൾക്കാരോട് ഇച്ചിരി പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, നവജിത് പുത്തൂർക്കാരൻ യൂട്യൂബ് ചാനൽ. എന്താ പേര്? കേരള വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് എവിടെ നമ്മളിന്ന് പോകുന്നത്? കുന്നത്തൂർ പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോവാണ്. അത് തളിപ്പറമ്പിന്റെ കുറച്ചുകൂടെ പോവാനുണ്ട്. അപ്പൊ ആരൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നവിത്തേട്ടനും കുടേട്ടനും വിധുവേട്ടനും വൈശാഖേട്ടനും പിന്നെ വൈശാഖേട്ടൻ അനിയത്തും ഞാനും അൽക്കിയും കൂടിയിട്ടാണ് പോകുന്നത്. അവിടെ എന്താ പ്രത്യേകത എന്നൊക്കെ നവിതേട്ടൻ ഇപ്പൊ പറയുന്നതായിരിക്കും. അറിയില്ല. അൽക്കല്ലേ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടായത്? അൽക്കൊക്കെ അറിയോ? ആർക്കെങ്കിലും അറിയോ? മുത്തപ്പന്റെ ഉത്ഭവം ഇപ്പൊ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ ഇല്ല. പുലർച്ചെ 2 മണിയായിരിക്കാണ്. ഇപ്പോഴും കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു മാസം അവിടെ മുത്തപ്പൻ ഇല്ല. അങ്ങനെ ഉണ്ടോ? ഇപ്പം അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നത്. ഇത്ര മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടല്ലേ ഇവരെ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി റെഡി ആവണം. ഒരു 7 മണിയൊക്കെ നമ്മൾ ഇറങ്ങുമല്ലേ. അത്യാവശ്യം പോകാൻ നല്ല തിരക്കണ്ടതൊക്കെ ഒന്ന് കേൾക്കണേ. ഓക്കെ, ബൈ ബൈ. ബൈ. അങ്ങനെ നമ്മൾ കുന്നത്തൂർ പാടിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് അരുഷനെയും നമ്മളെ അളകിനെ അപർണയും കൂട്ടാം. യെസ്, നമ്മുടെ യൂട്യൂബർ ബാക്കിൽ കടന്ന് വരുന്നുണ്ട്. യെസ്, അപ്പോൾ യൂട്യൂബർ തമ്മിൽ കണ്ടുമുട്ടി. നല്ലൊരു യൂട്യൂബറാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കുക അളകനന്ദ എന്ന ഈ മറ്റൊരു യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, യെസ്. നമ്മൾ കുന്നത്തൂർ പാടിയിലേക്കുള്ള ഈ യാത്ര ആരംഭിച്ചിട്ട് 40 മിനിറ്റ് പിന്നിടുമ്പോൾ നമ്മൾ തളിപ്പറമ്പ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്ന കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വഴി അറിയുന്നില്ല എങ്കിൽ തളിപ്പറമ്പ് എത്തിയതിന് ശേഷം ഇരിട്ടി പയ്യാവൂർ റോഡിലേക്ക് നിങ്ങൾ യാത്ര തിരിക്കുക. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കുന്നത്തൂർ പാടി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ട് കുന്നത്തൂർ പാടിയിലേക്കുള്ള എന്താണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് നിന്നും 1 മണിക്കൂറാണ് കുന്നത്തൂർ പാടിയിൽ. വഴിക്ക് അതൊരു ഉൾപ്രദേശമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ നമ്മള് ഇവിടെ ഒരു തട്ടുകട കിട്ടിയിട്ടുണ്ട്. തട്ടുകടയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും എനിക്കൊക്കെ എന്താ തട്ടുകട പ്രിഫർ ഞാൻ എന്തോ നാടകത്തിലൊക്കെ വന്ന് പോയിട്ട്. ഓക്കെ, കീ ഓക്കെ, എല്ലാവർക്കും ഇറങ്ങാം. ഐശ്വര്യ കുടിക്കൂലേ? കരിപ്പെട്ടി എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അടുത്ത
ബാക്കിലൊക്കെ ആ സൈഡ് നിങ്ങളാണ് ഈ ഏരിയയിലുള്ള നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വരുന്നത് പറശ്ശിനിയിലാണെങ്കിൽ പയറാണ് കിട്ടുക. ഇവിടെ കടലയുണ്ടല്ലോ, ആ കടല പുഴുങ്ങിയതും ഇച്ചിരി അവലും, ഇതാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് വരുന്നത്. ഇച്ചിരി പ്രസാദം എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പ്രസാദം കഴിച്ചുകൊണ്ട് ഈ നമ്മുടെ മുത്തപ്പന്റെ ഏകദേശ ഐതിഹ്യം എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെയുള്ള ആൾക്കാരോട്, ഇച്ചിരി പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയാണ്. നമുക്ക് വരുമ്പോൾ അറിയുന്നൊന്നും ഉണ്ടായില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തപ്പന്റെ സ്റ്റോറി അല്ല, അങ്ങേരുടെ അമ്മയുടെ സ്റ്റോറിയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ മുത്തപ്പനും തിരുവപ്പനും കിട്ടുന്നതിന്റെ ഇടയ്ക്ക് ഈ അമ്മ എന്നുള്ളൊരു കലാരൂപം കൂടെ വരുന്നത്. എല്ലാവർക്കും ഉണ്ടാവും ഈ അമ്മയുടെ സ്ഥാനം ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ പാടിക്കുറ്റി അമ്മയുടെ ഒരു കഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തപ്പൻ എന്നുള്ള സംഭവം. അപ്പോ അയ്യങ്കര ഇല്ലെന്ന് പറഞ്ഞൊരു ഇല്ലുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു സ്ത്രീ ആയിരുന്നു നമ്മുടെ പാടിക്കുറ്റിയമ്മ. ഈ പാടിക്കുറ്റിയമ്മക്ക് കുറെ കാലം നോക്കിയിട്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല. കുറെ നേർച്ചയൊക്കെ നേർന്നു, എന്നിട്ടൊന്നും നടന്നില്ല. ഒരു ദിവസം ഇങ്ങനെ പുഴക്കരയിൽ കുളിക്കാൻ വേണ്ടി, പണ്ടത്തെ ആൾക്കാരൊക്കെ അറിയാലോ, പുഴക്കരയിലൊക്കെ കുളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കൊച്ചിനെ കിട്ടും. ആ കൊച്ചാണ് സത്യം നമ്മുടെ കഥയിലെ നായകൻ മുത്തപ്പൻ. അപ്പൊ അങ്ങനെ ആ കൊച്ചിനെ ഇവര് ഇല്ലത്തോട്ടൊക്കെ കൊണ്ടുവന്നു. ഇല്ലത്തോട്ട് കൊണ്ടുവന്ന് ഇവർ വളർത്തി. പക്ഷെ ഇവരുടെ കൂടെയാണ് വളരുന്നെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഇല്ലത്തൊക്കെ വളരുന്ന സമയത്ത് എന്തായാലും വെജിറ്റേറിയൻ. പക്ഷെ ഈ കുട്ടി അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് വളർന്നത്. കാട്ടിലൊക്കെ പോയിട്ട് വേട്ടയാടി, അതൊക്കെ അണ്ണാനെ, മുയൽ, ഇതൊക്കെ വേട്ടയാടി തിന്നുക, ചുട്ടു തിന്നുക, ഇതൊക്കെ ഇല്ലത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവർക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ കുറെയൊക്കെ ശ്രമിച്ചു, ഉപദേശിച്ചു. മുത്തപ്പൻ എങ്ങനെ ശരിയാവില്ല. അങ്ങനെ അവസാനം പാടിപ്പിച്ചമ്മ പറഞ്ഞു, ഇവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിനക്ക് എന്തായാലും ഈ ഇല്ലത്ത് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല, ഈ ഇവിടെ നിന്ന് വിട്ട് പോണെന്ന് പറഞ്ഞു. മുത്തപ്പൻ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ആ അയ്യങ്കര ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ മുത്തപ്പൻ വന്ന് ഇവിടെ നമ്മുടെ ഈ സ്ഥലം പെട്ടെന്ന് മറന്നു വയ്ക്കുക. അപ്പൊ നമ്മുടെ ഈ കുന്നത്തൂർ പഴയ സ്ഥലത്ത് ഇവിടെ സ്ഥാനം കൊണ്ട്, ആരുടെ സ്ഥാനം കൊണ്ട്, ഇതാണ് ഇതിന്റെ മെയിൻ. പറശ്ശിനി വെക്കിയതിന്റെ 2ാം സ്ഥാനമായിട്ടേ കണക്കാക്കത്തുള്ളൂ. മുത്തപ്പന്റെ ശരിക്കുള്ള ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് കുന്നത്തൂർ പാടിയാണ്. ഇതാണ് ഇതിന്റെ ഐതിഹ്യം. ഓക്കെ, അപ്പൊ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുന്നത്തൂർ പാടിയിൽ തെയ്യം തുടങ്ങിക്കഴിഞ്ഞാൽ 1 മാസക്കാലത്തോളം നമ്മുടെ എല്ലാവർക്കും അറിയുന്ന പറശ്ശിനി മടപ്പുരയിൽ ഈ തെയ്യം കൊണ്ടാടുകയില്ല. ഇവിടെ മാത്രമായിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷമേ പറശ്ശിനി തുറക്കത്തുള്ളൂ. അതാണ് ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറശ്ശിനി പോയി അവിടെ തെയ്യം കാണില്ല എന്ന രീതിക്ക് നോക്കും. പക്ഷെ തെയ്യം ഉണ്ട്. തെയ്യം മുത്തപ്പൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവിടെ ഇല്ലെങ്കിൽ കുന്നത്തൂർ പാടയിൽ ഉണ്ട്. ഐതിഹ്യം എന്ന് പറയുന്നത്
അറിയത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴ് ഇച്ചിരി ഹൈറ്റിലാണ് ഇത് കിടക്കുന്നത് തന്നെ. ഒരു ഹില്ലേരിയ ആണ്. ട്രക്കിങ്ങിന്റെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെന്ന് പറയുന്നത് ഇപ്പം മുത്തപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ തിരുവപ്പം വരും. പിന്നെ എന്റെ അമ്മ കൂടെ വരും. അതൊക്കെയാണ് സംഭവങ്ങള്. ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറെ കാലം പഴയ കാലഘട്ടത്തിലോട്ട് പോയി ജീവിക്കുന്നത് പോലെ ഒരു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ആ നാട് പോലെ ഉണ്ട് ഇപ്പൊ കാണാൻ പറ്റും. മൊത്തത്തില് അങ്ങനെ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് എത്ര കാശ് കൊടുത്തു കഴിഞ്ഞാലും കിട്ടാത്തൊരു കാര്യമാണ് ഇപ്പൊ അവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത വട്ടം വരുമ്പം എല്ലാരും ഒന്ന് ഇവിടെ ഒന്ന് വരും. ഓക്കെ, പുലർച്ചെ 2 മണിയായിരിക്കാം. ഇപ്പോഴും കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും ആൾക്കൂട്ടം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു തെയ്യം കഴിഞ്ഞ് ഇനിയിപ്പൊ അടുത്ത തെയ്യം വരാനിരിക്കുന്നത്രേ. അപ്പൊ എപ്പോഴത് കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ അടുത്ത തെയ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. എത്ര നേരം ഇരിക്കണമെന്ന് അറിയില്ല. മിക്കവാറും നമ്മളൊരു 4 മണിക്ക് ആകുമ്പോഴത്തേനും തിരിക്കുമായിരിക്കും ചേട്ടാ. അപ്പൊ തന്നെ 2 മുഷിഞ്ഞൊന്നുമില്ല, പക്ഷെ വൈബുണ്ട്. നമുക്ക് തിരിച്ച് പോകേണ്ടതുകൊണ്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ല, അങ്ങ് ഇറങ്ങുമായിരിക്കും. ഓക്കെ, 3 മണി ആയതേ ഉള്ളൂ. അപ്പൊ 4:30 ആവുന്നവർ പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പ്, നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ നാളെ ഒരു കല്യാണം ഉണ്ട്. ഇവർക്ക് ആർക്കും പറ്റുന്നില്ല. ഇവരൊക്കെ വെയിറ്റ് ചെയ്യാം. കുറെ ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് 4:30 ആവാൻ വേണ്ടി. കൊട്ടയൊക്കെ മേടിക്കും. നമുക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തെയ്യം കാണാൻ നമ്മൾ ഒരു തെയ്യം കണ്ടല്ലോ. അപ്പം ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഒത്തിരി ദൂരെ പോകാനുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്. കഴിക്കാൻ വന്നേക്കുവാ. തണുപ്പ് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ശരിയാ, സമയത്ത് ഇതുപോലെ ഒരു കുട്ടി ചായ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ഭയങ്കര വിഷമം. അപ്പൊ കയ്യിൽ കിട്ടിയപ്പോ തന്നെ എന്റെ തണുപ്പും പോയി, തലവേദനയൊക്കെ ഒന്ന് വിട്ടുപോയി. ഇപ്പൊ കറക്റ്റ് സ്പോട്ട് വന്നിരിക്കുന്നത് പിലാത്തറയാണ്. ഇപ്പൊ സമയം 4:30. ഇപ്പോഴും ഓപ്പണിംഗ് ആണ്. നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. മാഗി മസാലയുടെ ആണ് എനിക്ക് തോന്നുന്നത്. Juicy and spicy. അതോടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പറ, വേറെ ഒന്നും പറയില്ലേ? ഇതേപോലെ ഇടക്കിടക്ക് പോവാം. ഓക്കെ, രസം.
കുറച്ച് പറഞ്ഞു എന്നാലേ കേൾക്കൂ. പഠിക്കോ?